ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. തുടർന്ന് വീഡിയോസൊക്കെ കാണുക, അഭിപ്രായങ്ങൾ എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് വെറൈറ്റീസ് ആയിട്ടുള്ള വീഡിയോസും വ്ളോഗ്സുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ മറക്കണ്ട. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ. മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം തന്നെ എനിക്ക് മോണിറ്റൈസ് ആയിട്ടുണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പിറ്റേ ദിവസം തന്നെ മോണിറ്റൈസ് ആവുന്നു. സാധാരണ 4 ദിവസം വരെ എടുക്കുമെന്നാണ് പറഞ്ഞു കേട്ടത്. അൽഹംദുലില്ലാഹ് എന്നെക്കാളും ഒത്തിരി സന്തോഷം കൂടുതലും മക്കൾക്കായിരുന്നു. അവർക്കായിരുന്നു ഒരുപാട് സന്തോഷമായത് പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആയി കിട്ടിയതിൽ. അന്ന് പിന്നെ രാത്രി ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനൊന്നും നിന്നില്ല, പുറത്തു നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. കടയെല്ലാം അടച്ച് വന്നതിന് ശേഷമാണ് പുറത്ത് പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങി. 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഞങ്ങളിവിടെ നിലമേലുള്ള മുഗൾ ദർബാർ എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഹൈവേയിലായതുകൊണ്ട് എപ്പോഴും തിരക്കാണ് ഇവിടെ. രാത്രിയായാൽ പിന്നെ പാർക്കിംഗ് ഒക്കെ കിട്ടാൻ വലിയ പാടാണ് ഇവിടെ. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ മട്ടൻ മന്തിയും ചിക്കൻ മന്തിയൊക്കെയാണ്. അപ്പോൾ ഫർഹാനക്ക് മന്തി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴേ പറഞ്ഞ് രാത്രി ആയതുകൊണ്ട് മന്തി വേണ്ട. അങ്ങനെ പിന്നെ ഞങ്ങൾ റോസ്റ്റഡാണ് ഓർഡർ ചെയ്തത്. നമ്മൾ ഓർഡർ ചെയ്ത ശേഷം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. റോസ്റ്റഡിൻ്റെ കൂടെ പിന്നെ കുറച്ച് കുബൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ പൊറോട്ടയും ബീഫ് ചില്ലിയും ഓർഡർ ചെയ്തു. വാസന ഞാൻ ചിക്കൻ എടുത്ത് കൊടുത്തപ്പോൾ വേണ്ടെന്നാണ് പറയുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് കണ്ടപ്പോൾ പിന്നെ അതും മതി. അങ്ങനെ പിന്നെ കുറച്ച് സോസൊക്കെ മുക്കി ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ചു. ഫവാസിന് പിന്നെ വീട്ടിൽ നിന്നും പുറത്തു പോയാൽ പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ വലിയ പാടാണ്. വീട്ടിൽ പിന്നെ കാർട്ടൂണൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് കണ്ടപ്പോൾ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ കുബൂസ് കുറച്ചേ ഉള്ളത് കൊണ്ട് പിന്നെ ഞങ്ങൾ പൊറോട്ടയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ട എത്തിയിട്ടുണ്ട്. ഇവിടെ പിന്നെ ഷവായിയും അൽഫാമും എല്ലാം ഉണ്ടെങ്കിലും മന്തി കഴിക്കാനാണ് കൂടുതൽ പേരും എത്തുന്നത്. ഇവിടുത്തെ മന്തി സ്പെഷ്യലാണ്. അപ്പോൾ മട്ടൻ മന്തിയും ചിക്കൻ മന്തിയും എല്ലാം ഉണ്ട്. മന്തിയൊക്കെ ആണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രോസ്റ്റഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. ഫവാസ് കൂടുതൽ ഫ്രഞ്ച് ഫ്രൈസ് തന്നെയാണ് കഴിച്ചത്. കുറച്ച് കുബൂസും കഴിച്ചു. ഫവാസ് സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങി. ഫവാസിനൊക്കെ പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് പിന്നെ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ചിറങ്ങിയപ്പോൾ ഒരു 9 മണിക്ക് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഞങ്ങൾക്ക് പൂവാർ വെച്ചിട്ടൊരു കല്യാണം ഉണ്ടായിരുന്നു. ഇക്കാടെ റിലേറ്റീവിൻ്റെ കല്യാണമാണ്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കല്യാണത്തിന് പോകാനായിട്ട്. ഇക്കാടെ ഉമ്മായും സഹോദരിയും ഒക്കെ ഉണ്ടായിരുന്നു. കോവളത്ത് പോകുന്ന റൂട്ടാണല്ലോ. അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോൾ കോവളത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാവുന്ന പ്ലാനിങ്ങിലാണ് വീട്ടിൽ നിന്നും പോയത്. ഇളയ നാത്തൂൻ്റെ മകളുടെ കല്യാണമാണ്. അപ്പോൾ അവർ നേരത്തെ തന്നെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. മൂത്ത നാത്തൂനാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഇക്കാടെ ജ്യേഷ്ഠനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വേറെ വണ്ടിയിലാണ് വന്നത്. ഇപ്പോഴത്തെ കല്യാണങ്ങൾക്ക് ആളൊന്നും കൂടാൻ പാടില്ലാത്ത കാരണം ഇവിടുത്തെ കല്യാണത്തിനും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ രീതിയിലുള്ള ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ കൂടിയതിന് ശേഷം നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ബീച്ചിലേക്ക് പോയത്. ഇവിടെ അടുത്ത് തന്നെയായിരുന്നു പൂവാറ് പൊഴി ഉണ്ടായിരുന്നത്. അപ്പം നമ്മളിപ്പോൾ പൊഴി കാണാനായിട്ട് പോവുകയാണ്. ഇങ്ങോട്ടുള്ള റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വള്ളത്തിൽ പോകുന്ന പോലെ തന്നെയാണ് ആടി ഒലിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കടലാണ്, ലെഫ്റ്റ് സൈഡിലിവിടെ കണ്ടൽ കാടുകളൊക്കെയാണ്. ഇവിടെ അടുത്തായിട്ട് പഴയ വള്ളങ്ങളൊക്കെ കിടപ്പുണ്ട്. കുറച്ച് പേര് അവിടെ മീൻ പിടിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ കായലിന് അടുത്തായിട്ട് തന്നെയാണ് പാർക്ക് ചെയ്തത്. ഇവിടെ കുറച്ച് പഴയ കെട്ടിടങ്ങളൊക്കെ കാണാം. ഞങ്ങളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. നമ്മൾ കടലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. നല്ല വെയിലുള്ള സമയമാണ്. ഞങ്ങൾ വിചാരിച്ച് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ചൂടായിരിക്കുന്നു. പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ട്. സൂര്യൻ മുകളിൽ തന്നെ നിൽപ്പുണ്ട്. എന്നാലും നമുക്കിത് അറിയാനേ പറ്റുന്നില്ല. നല്ല കാറ്റുണ്ട്. കടലിനടുത്തായതുകൊണ്ട് തന്നെ നല്ല കടൽക്കാറ്റ് അടിക്കുന്നുണ്ട്. ഇവിടെ ഒരു വേലിയൊക്കെ കാണുന്നുണ്ട്. ഈ വേലി കെട്ടി നിർത്തിയേക്കുന്നതിനകത്തായിട്ടാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. പോലീസ് സ്റ്റേഷന് ഓപ്പോസിറ്റായിട്ടാണ് കടലുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങ് കടലിലേക്ക് നടക്കുകയാണ്.
ആദ്യം കടലിൻ്റെ അടുത്തേക്ക് പോയിട്ട് പിന്നീട് നമുക്ക് അവിടെ നിന്ന് പൊഴിയൊക്കെ കാണാൻ പോവാം. വന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്കിഷ്ടമായി കേട്ടോ. നല്ല പച്ചപ്പൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. ഇവിടെ തറയിൽ ഒരുപാട് ചെടികളൊക്കെ പൂത്തൊക്കെ കിടക്കുന്നു. മക്കളൊക്കെ ആദ്യം തന്നെ ഓടി കടലിലേക്ക് ഇറങ്ങാനായിട്ട് ചെരുപ്പെല്ലാം ഒരു മാറ്റി വയ്ക്കുകയാണ്. കടലിൽ നല്ല വലിയ തിരകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ അധികം ഉള്ളിലോട്ടൊന്നും ഇറങ്ങിയില്ല. എന്നാലും കടൽ കാണാൻ വന്നാൽ പിന്നെ കാല് നനയ്ക്കാതെ പോകാൻ പാടില്ലല്ലോ. അപ്പോൾ എല്ലാവരും ചെരുപ്പൊക്കെ ഊരിയിട്ട് കടലിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. പാപ്പയുടെ കയ്യിൽ പിടിച്ച് 2 മക്കളെ നീപ്പുണ്ട് ഇടവും വലവും. ഫവാസ് ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. ഫവാസ് കുഞ്ഞിലെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാലും ഓർമ്മയൊന്നും ഇല്ല. ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ വലിയ അതിശയമൊക്കെ തോന്നുന്നുണ്ട്. ഇത്രയും വെള്ളവും ഇങ്ങനെ തിരയടിച്ച് വരുന്നതൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ പൊളി എന്നൊക്കെയാണ് പറയുന്നത്. ഇഷ്ടപ്പെട്ട എന്ത് കാര്യത്തിനെയും പൊളി എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത് പൊളി എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ പൊളി എന്ന് ഇതിലോട്ട് കാണിക്കാൻ പറഞ്ഞപ്പോൾ ആക്ഷനും കൂടെ ഉണ്ട് കേട്ടോ. പൊളി എന്നാണ് കാണിക്കുന്നത്. ഞങ്ങൾ പിന്നെ കടൽക്കരയിലൂടെ തന്നെ നടക്കുകയാണ് അങ്ങോട്ട് പൊഴി കാണാനായിട്ട്. കുറച്ച് ദൂരം നടക്കണം. അതിന് മക്കളും എല്ലാം മുന്നേ നടന്നു പോകുന്നുണ്ട്. ഇക്ക ഫവാസിനെ എടുത്തുകൊണ്ട് നടന്നു പോകുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നടക്കുന്നതിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് കായലുള്ളത്. കായലും ഹൗസ് ബോട്ടൊക്കെ നമുക്കതിൽ കാണാം. വലത് സൈഡിൽ കടലാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു കേട്ടോ കായലിൻ്റെ അടുത്തോട്ടൊക്കെ പോയപ്പോൾ. നമ്മൾ പൊഴിയുടെ അടുത്തേക്ക് നടക്കുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മക്കൾ കടലിൽ ഇറങ്ങുന്നുണ്ട്. വീണ്ടും വീണ്ടും അവർക്ക് കടലിൽ ഇറങ്ങുകയാണ്. കടൽ കണ്ടപ്പോൾ പിന്നെ കയറാനായിട്ട് ഒരു മനസ്സുമില്ല. ഫവാസാണെങ്കിൽ മണ്ണിലൊക്കെ കാലുകൊണ്ട് ഇങ്ങനെ കളം വരയ്ക്കുകയാണ് ഇവിടെ. ഫവാസ് ആകെ സൈലൻ്റായിട്ട് ഇന്നെല്ലാം കാണുകയാണ്. എത്ര മണ്ണിൽ കളിച്ചിട്ടും ആരും ഒന്നും പറയുന്നില്ല. സാധാരണ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ മണ്ണ് വാരുമ്പോഴൊക്കെ നമ്മൾ വഴക്കൊക്കെ പറയുന്നത്. ഇപ്പോൾ മണ്ണിലൊക്കെ കളിച്ചിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ നടന്നതാ ഇവിടെ എത്തിയപ്പോൾ 2 ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ ഡേഞ്ചർ മേഖല ആയതുകൊണ്ടാണ് ഫ്ലാഗ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കായലിൻ്റെ സൈഡിലേക്ക് പോകാം. പൊഴി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും, കടലും കായലുമായിട്ട് ചേരുന്ന ഭാഗമാണ്. അപ്പോൾ ഇനി ഫ്രണ്ടിലേക്ക് പോയാൽ കാല് താഴ്ന്നു പോകും. അവിടെയൊക്കെ ചതുപ്പാണെന്നാണ് അവിടെ നിന്നവരൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിനി കായലിൻ്റെ സൈഡിലേക്ക് പോവുകയാണ്. ഫവാസിനെ വീണ്ടും കടലിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. കടൽ തിര വരുമ്പോൾ അവൻ കടലിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ് നിൽക്കുന്ന ആൾക്കാരെയും കൂടെ. ഫവാസിന് ഈ മണ്ണിനോട് എന്തോ ദേഷ്യമുള്ള പോലെ തന്നെയാണ് കണ്ടിട്ട് തോന്നുന്നത്. അതിനെ ചവിട്ടി കുത്തി മറിച്ച് ഇളക്കി കളിക്കുകയാണ്. ഇനി നമുക്ക് കായലിൻ്റെ സൈഡിലൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ ഈ ക്യാമറയിൽ അത്രയും പതിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ആകാശത്തിൻ്റെ അതേ നിറമായിരുന്നു വെള്ളത്തിനും. നല്ല നീല നിറമായിരുന്നു. നമ്മൾ നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണ് എത്തിയത്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. കായലിൻ്റെ അക്കരയായിട്ട് ഒരുപാട് റിസോർട്ടുകളും തെങ്ങുതോപ്പുകളൊക്കെ കാണാം. അവിടെ തന്നെ ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ കിടക്കുന്നത് കണ്ടു. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന കരയിലും കുറച്ച് വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് അങ്ങനെ പൊഴിയുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കായലിൽ ഇറങ്ങാതെ മക്കൾ എന്തായാലും വരത്തില്ല എന്നാണ് പറയുന്നത്. കായലിൽ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കിടക്കുന്നുണ്ട്. ഫവാസിന് വെള്ളം കണ്ടപ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഫവാസ് നേരത്തെ മുതലേ നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും വെള്ളത്തിലിറങ്ങി. ചില സ്ഥലങ്ങളിലൊക്കെ കാലങ്ങ് താഴ്ന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്ന ഭാഗത്ത് കുഴപ്പമില്ല. കുറച്ച് പേരവിടെ കുളിക്കുകയും മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളം നല്ല കുറവാണെന്ന് തോന്നുന്നു. ഒരാൾ പൊക്കത്തിനുള്ള വെള്ളമൊക്കെ ഉള്ളൂ. കുറച്ച് പേര് അവിടെ വെള്ളത്തിൽ കിടക്കുകയും കളിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വെള്ളം കുറവായതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം ദ്വീപ് പോലെയൊക്കെ കായലിൻ്റെ നടുക്കായിട്ട് കാണപ്പെടുന്നുണ്ട്. നീന്തിയിട്ടൊക്കെ കുറച്ച് പേര് അവിടെയൊക്കെ പോയി കയറി ഇരിക്കുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളി സ്ഥലമായിരുന്നു. നല്ല കാഴ്ചകളായിരുന്നു. ക്യാമറയിൽ അത് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണാൻ അതിമനോഹരമായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ പൊഴിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാ നമുക്ക് നന്നായിട്ട് കാണാം. കടലും കായലുമായിട്ട് ചേരുന്ന ഭാഗമാണത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു മണൽ തിട്ടയിലാണ്. അപ്പോൾ അവിടെ നിന്ന ആൾക്കാരൊക്കെ പറഞ്ഞു കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയാൽ അവിടെയൊക്കെ ഇടിഞ്ഞ് താഴെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാനിവിടെ മുൻപ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇക്കായും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് പക്ഷേ ഇത്രയും അടുത്തുനിന്ന് നിന്ന് പൊഴി കാണാൻ പറ്റിയില്ല. അന്ന് ഒരുപാട് വെള്ളമൊക്കെ ഉള്ള സമയമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ കണ്ണാടി വെച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കധികം പ്രശ്നം തോന്നിയില്ല. പക്ഷേ ഇക്കാക്കൊന്നും സൂര്യനെ നോക്കാനേ പറ്റുന്നില്ല. നല്ല വെട്ടമായിരുന്നു. മുഖത്ത് തന്നെ അടിക്കുകയാണ്.
അപ്പോൾ നാത്തും പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തായിട്ടും ആയിരുന്നെങ്കിൽ ഈ സ്ഥലം ഞങ്ങൾ എന്നും വരുമായിരുന്നു എന്ന്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല പച്ചപ്പുണ്ട് നടന്ന് പോകുന്നതിൻ്റെ സൈഡിലായിട്ട്. നമുക്കിനി കോവളത്തേക്ക് പോകാം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് കയറിയത്. ഞങ്ങൾ കോവളത്ത് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇളയ നാത്തൂനും മക്കളുമൊക്കെ വരുന്നെന്ന് പറഞ്ഞു. അവരൊക്കെ കല്യാണ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കല്യാണ വീട്ടിലേക്കാണ് പിന്നെ പോയത്. അപ്പോൾ നാത്തൂനൊക്കെ റെഡിയായി നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ വേറൊരു വണ്ടിയിൽ നിറച്ച ആളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇറങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വണ്ടിയിൽ കയറി കല്യാണ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇപ്പോൾ 5 മണിയൊക്കെ കഴിഞ്ഞാൽ കോവളത്ത് കടലിലൊന്നും അങ്ങനെ ഇറങ്ങി കളിക്കാൻ പറ്റത്തില്ല. ഇവിടെ അടുത്ത് തന്നെ വേറൊരു ബീച്ചുണ്ട്, സൗമ്യ തീരം എന്ന് പറയുന്നൊരു ബീച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. എല്ലാവരും പറഞ്ഞായിരുന്നു സൗമ്യ തീരം നല്ല ബീച്ചാണെന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല അടിപൊളി ബീച്ചായിരുന്നു. പേര് പോലെ തന്നെയാണ്, സൗമ്യ തീരം തന്നെയാണ്. കടൽത്തിരയൊക്കെ വന്ന് പതുക്കെയാണ് പോകുന്നത്. ഒരുപാട് ആക്രോശിച്ചൊന്നും കടൽത്തിരയൊന്നും വരുന്നില്ല. ഞങ്ങളങ്ങ് കടലിൻ്റെ ഉള്ളിലായിട്ടാണ് ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നത്. ഞങ്ങൾക്ക് മുമ്പിലായിട്ട് ഒരുപാട് പേര് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇനി പിറക് സൈഡ് വരെ തിര വന്ന് പോകുന്നുണ്ട്. പക്ഷേ കാല് നനഞ്ഞെന്നല്ലാതെ ഡ്രസ്സൊന്നും നനയുന്നില്ല. ഞങ്ങൾ പൊഴിയിൽ പോയ സമയത്ത് ഇറങ്ങിയപ്പോൾ ഡ്രസ്സ് ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ കാറ്റടിച്ച് ഉണങ്ങി കിട്ടും. എന്നാൽ ഇത് അടിപൊളി ബീച്ച് തന്നെയാണ്. ഞങ്ങളിവിടെ ഒരു 4:30 മണിയൊക്കെ ആയപ്പോൾ എത്തിയതാണ്. മക്കൾ പിന്നെ വിളിച്ചിട്ടൊന്നും കയറുന്നില്ലായിരുന്നു. മക്കളൊക്കെ പറയുന്നത് പിന്നെ പൊഴിയിൽ പോയ സമയത്ത് നമുക്കിവിടെ വന്നാൽ മതിയായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും നേരം കൂടെ കടലിൽ കളിക്കാമല്ലോ. ഹവാസ് ഇതിനിടയ്ക്ക് ഫോണിൽ സംസാരിക്കുകയാണ്. എൻ്റെ അനിയത്തിയുടെ മോൻ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് ഇഷ്ടമായെന്നൊക്കെ ഫോണിൽ പറയുകയാണ്. മക്കൾക്കൊക്കെ ഒന്ന് കുളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ആരും ഡ്രസ്സൊന്നും കരുതിയല്ലല്ലോ വന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന്. ഫൗസാനെയും ഫവാസിനെയും ഒക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഫവാസിൻ്റെ കൈ വിട്ടപ്പോൾ ഇടയ്ക്കങ്ങ് ഓടിക്കളഞ്ഞു. അതുകൊണ്ട് പിന്നെ കയ്യിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം എത്രത്തോളം ഉള്ളിലോട്ട് ആളുകളൊക്കെ നിന്ന് കുളിക്കുന്നെന്ന്. ഇവിടെ ഒരുപാട് പേര് അവിടെ ഇരുന്ന് കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങ് ഉള്ളിലൊക്കെ ആൾ നിൽക്കുന്നുണ്ട്. പക്ഷേ അധികം തിരയൊന്നുമില്ല. ഇങ്ങനെയുള്ള ബീച്ചാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങി കളിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യാം. കരയിലൊക്കെ ഒരുപാട് തെങ്ങും തോപ്പുകളും പാറകളും ഒക്കെ തന്നെയാണ്. അവിടെ അമ്പലവും ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും എല്ലാം അടുത്തടുത്ത് തന്നെ നമുക്ക് കാണാം. തിര വന്നു പോകുന്ന സമയത്ത് ഒരുപാട് കുഴികളൊക്കെ കണ്ടിട്ട് അവർ നോക്കിയപ്പോൾ ഒരുപാട് ഞണ്ടിൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്നു. അങ്ങനെ അതെല്ലാം പിടിച്ച് കയ്യിൽ വെച്ചേക്കാണ്. എല്ലാവരും കൂടെയൊക്കെ ഒരുപാട് ഞണ്ടിനെ പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. പിന്നെ അതൊരു കളിയായി. എല്ലാവരും കൂടെ വളഞ്ഞു നിന്ന് ഞണ്ടിനെ പിടിക്കുകയാണ്. നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴേക്കും അസ്തമനമൊക്കെ ആവാറായി. അപ്പോൾ പിന്നെ ഞങ്ങൾ അസ്തമനമൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഇക്കയുടെ കസിൻ്റെ മക്കളാണ്. എല്ലാവരും കൂടെയാണ് വന്നത് കല്യാണ വീട്ടിൽ നിന്നും. കോവളത്തെ പോലെ തന്നെയാണ്, അധികം തിരകളൊന്നും ഇല്ലാത്ത സ്ഥലമാണിത്. കൊള്ളാം, ഇനിയും വരണമെന്ന് തോന്നുന്നൊരു ബീച്ചാണ്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. വള്ളങ്ങളൊക്കെ പോയതൊക്കെ തിരിച്ചു വരുന്നുണ്ട്. രാവിലെ പോയ വള്ളങ്ങളൊക്കെ ആവും. ഒരുപാട് വള്ളങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. ഞങ്ങളിവിടെ എത്തി ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇക്കയുടെ ജ്യേഷ്ഠനും നാത്തൂൻ്റെ മോനും ഒക്കെ എത്തിയത്. അവരെല്ലാവരും പറയുന്നത് തന്നെയാണ് ഡ്രസ്സ് കൂടെ കൊണ്ടുവരാനുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. ബീച്ച് കണ്ടപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇറങ്ങി കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇക്കായും അത് തന്നെയാണ് പറഞ്ഞത്. ഇനി ഞാൻ വരുമ്പോൾ എന്തായാലും ഡ്രസ്സുമായിട്ട് ഇങ്ങോട്ട് വരത്തുള്ളെന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് അടിപൊളി ബീച്ചായതുകൊണ്ട് തന്നെ. അവിടെ നമുക്ക് കാണാം സൂര്യൻ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നുണ്ട്. ഒരുപാട് വള്ളങ്ങളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇവിടെ വന്നത് ബീച്ചിൽ. നല്ല ഭംഗിയായിരുന്നു അസ്തമനമൊക്കെ കാണാൻ. പക്ഷേ അത്രയും ഭംഗിയൊന്നും നമ്മുടെ വീഡിയോയിൽ കിട്ടുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രനും വന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ ചന്ദ്രനും എത്തിയിട്ടുണ്ട്. സൂര്യൻ മടങ്ങാൻ നേരം തന്നെ ചന്ദ്രനും വന്നിട്ടുണ്ട്. സൂര്യൻ പകുതിയോളം താഴ്ന്നു പോയിട്ടുണ്ട്. സൂര്യനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞപ്പോഴാണ് അവരെന്തായാലും ഉറപ്പിച്ചത് ഇനി നമ്മൾ കുളിച്ചിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ അസ്കറും ഫൈസലും കൂടെ കുളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്.
ഇവിടുത്തെ 2 കാറ്റടിക്കുമ്പോൾ തന്നെ ഡ്രസ്സെല്ലാം ഉണങ്ങി കിട്ടുമെന്നും പറഞ്ഞ് പിള്ളേർ രണ്ടും കൂടെ ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബീച്ചിലേക്കൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴാണ് ഒരുപാട് പേരും എത്തിയത്. ഞങ്ങൾ എന്തായാലും തിരിച്ച് കയറാൻ പോവുകയാണ്. മക്കൾക്ക് ആർക്കും തന്നെ തിരിച്ച് കയറാനുള്ള ഒരു മനസ്സും ഇല്ല. എല്ലാവരും കയ്യിൽ പിടിച്ച് തൂക്കി എടുത്തുകൊണ്ട് വരികയാണ്. അതിനിടയ്ക്ക് ആരോ കടലിലൊക്കെ വീണിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് നടന്നെത്തുമ്പോൾ തന്നെ ഡ്രസ്സെല്ലാം ഉണങ്ങി കിട്ടും. ഞങ്ങളിങ്ങോട്ട് തിരിച്ച് നടന്നപ്പോൾ ഇവിടെ കുറച്ച് പാറകളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പാറയുടെ മുകളിലൊക്കെ നിന്ന് ഫോട്ടോ എടുത്തില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ പിള്ളേർ അതിൻ്റെ മുകളിലൊക്കെ കയറുന്നുണ്ട്. പക്ഷേ ലൈറ്റ് ഇല്ലാത്ത കാരണം അത്ര ക്ലിയറൊന്നുമില്ല. ഞങ്ങൾ നേരത്തെ വന്നിരുന്നെങ്കിൽ നന്നായിട്ട് ഇതിനകത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു. ഫൈസലും അഫലും ഒക്കെ പാറപ്പുറത്ത് ചാടി കയറുന്നുണ്ട്. ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തേക്ക് നടന്നു. അപ്പോഴാണ് കണ്ടത് ഇവിടെ ഒരു വലിയ റിസോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് പ്രവേശനമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് പാർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇതെല്ലാം കാണാമായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കതൊക്കെ ഇനി ഒരു ദിവസം വന്ന് കാണാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്കാണ്. വള്ളക്കടവിലാണ് ജ്യേഷ്ഠൻ്റെ സ്ഥലം. അവിടെയൊക്കെ കയറിയതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ തിരിച്ച് രാത്രി വീട്ടിലേക്ക് പോകുന്നത്. ഞങ്ങൾ പിന്നെ വരുന്ന വഴി രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.